ഷിരൂരിൽ അഞ്ചാം ദിനവും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. കോണ്ടാക്ട് പോയിന്റ് 2-ൽ നടത്തിയ തെരച്ചിലിൽ ലോഹഭാഗമെന്ന് സംശയിക്കുന്ന വസ്തു പുഴയ്ക്കടിയിൽ കണ്ടെത്തി. ഡ്രഡ്ജറിലെ ക്രെയിനിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം പുറത്തെടുക്കും. ഷിരൂരിൽ നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അഞ്ചാം ദിവസത്തെ തെരച്ചിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ തെരച്ചിലിനിടയിൽ കോണ്ടാക്ട് പോയിന്റ് 2-ൽ നടത്തിയ പരിശോധനയ്ക്കിടെ മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധന നടത്തുന്നതിനിടെ ഒരു വസ്തു കണ്ടെത്തി. ലോഹഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉയർത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഡ്രഡ്ജറിനകത്തുള്ള ക്രെയിൻ ഉപയോഗിച്ച് അത് നിലവിൽ ബന്ധിച്ചിട്ടുണ്ട്. നേരത്തെ കയറുപയോഗിച്ച് ബന്ധിച്ച ശേഷം മുങ്ങൽ വിദഗ്ധർ മുകളിലെത്തി പിന്നീട് വീണ്ടും മുങ്ങിയ ശേഷം ഈ ഡ്രഡ്ജറിൻ്റെ റോപ്പ് ഉപയോഗിച്ച് അത് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അല്പം ഭാരമുള്ള വസ്തു എന്ന നിലയിലാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ലോഹഭാഗം തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മിക്കവാറും തകർന്ന ടാങ്കർ ലോറിയുടേതാവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഭാഗം, അതോടൊപ്പം തന്നെ 4 ടയറുകൾ, മുൻവശത്തെ 2 ടയറുകൾ, ലോഹഭാഗമെല്ലാം കണ്ടെടുത്തത് ഈ കോണ്ടാക്ട് പോയിന്റ് 2-ലും 1-ലും അതോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെയുമായാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ടാങ്കർ ലോറിയുടേതാവാം, അല്ലെങ്കിൽ അർജുൻ്റെ ട്രക്കിൻ്റെതാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും അത് ഉയർത്തുന്നതിനുള്ള ശ്രമം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇത് കണ്ടെത്തിയ സമയത്ത് തന്നെ റവന്യൂ വകുപ്പിൻ്റെ അധികൃതർ ഇവിടെ ഡ്രഡ്ജറിലെത്തി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇനി ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ എത്തിയാൽ മാത്രമേ ഇത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകൂ. തൽക്കാലം ഇപ്പോൾ അത് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാർവാർ MLA സതീഷ് കൃഷ്ണസെയിലും 2 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉയർത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഏതായാലും ഇന്നത്തെ തിരച്ചിൽ കോണ്ടാക്ട് പോയിന്റ് 1-ലും 2-ലും കേന്ദ്രീകരിച്ചാണ്. അതോടൊപ്പം തന്നെ ലക്ഷ്മണന്റെ ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തിന് തൊട്ട് പിന്നിലുള്ള ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നു, ദേശീയപാതയോട് ചേർന്ന ഭാഗത്ത്. ഏതായാലും വളരെ നിർണായകമായ ഒരു വിവരം എന്ന നിലയിൽ ഇപ്പോൾ നമുക്കിത് നൽകാം. ഇത് എന്ത് വസ്തുവാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ആ സ്ഥിരീകരണം നിലവിലില്ല. കഴിഞ്ഞ ദിവസം കോണ്ടാക്ട് പോയിന്റ് 3, 4 എന്നിവിടെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രാബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഐബോർഡ് ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോഹസാന്നിധ്യം കണ്ടെത്തിയ പ്രദേശമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിൽ നിരാശയായിരുന്നു ഫലം. കാരണം ട്രക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ചിരുന്ന, അങ്ങനെ കരുതിയിരുന്ന പ്രദേശത്ത് നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അതേ തുടർന്നാണ് കോണ്ടാക്ട് പോയിന്റ് 1-ലും 2-ലെയും തിരച്ചിൽ നടത്താൻ പിന്നീട് തീരുമാനിച്ചത്. ഇന്ന് മുഴുവൻ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ. അതോടൊപ്പം തന്നെ മണ്ണടിഞ്ഞു നിൽക്കുന്ന, ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷ്മണന്റെ ചായക്കടയുണ്ടായിരുന്ന പ്രദേശത്തിന്റെ തൊട്ട് പിൻഭാഗത്ത് ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്തും സാധ്യമാകുന്ന നിലയിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തും. ഏതായാലും നിലവിൽ ഈ കണ്ടെത്തിയിരിക്കുന്ന ശരി സിജു, കാര്യങ്ങൾ വ്യക്തമാണ്. സിജുവാണ് ഈ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അവിടെ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി അത് പുറത്തേക്ക് ഉയർത്തി പരിശോധന നടത്തണം. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.